മനോരമയിൽ നമ്മുടെ ഈ മാസ് ഹെഡിൽ ഏറ്റവും മുകളിൽ കൊടുത്തിരിക്കുന്ന വാർത്ത സന്തോഷ് ട്രോഫി ഇന്ന് കേരളം ഒഡീഷ കായികം പേജിൽ വാർത്തയുണ്ട്. ഗഗൻയാൻ റോക്കറ്റ് പണിപ്പുരയിലാണ്. അതുപോലെ തന്നെ ബഹിരാകാശത്താണ് ഇത്തവണ സുനിത വില്യംസിന്റെ ഹാപ്പി ക്രിസ്മസ്. ഇനി മാതൃഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ലീഡ് വാർത്തയായി നൽകിയിരിക്കുന്ന ഇതാണ്. വരുന്നു 6 വരി തുരങ്കപാത എന്നതാണ് ലീഡ് വാർത്ത. മുത്തങ്ങ ഗുണ്ടൽപെട്ട് പാതയിൽ തുരങ്കപാത വരുന്നു. രാത്രിയാത്രാ വിലക്കിന് പരിഹാരമാകും. DPRന് നിർദ്ദേശം എന്നാണ് ആ വാർത്തയുടെ വിശദാംശങ്ങൾ. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം അശ്വിൻ നമുക്കൊരു ഇരുട്ടടി തന്നിരുന്നു. നമ്മുടെ ഇന്ത്യൻ ഓഫ് സ്പിന്നർ അശ്വിൻ രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു എന്ന വാർത്തയും മനോരമ ഫ്രണ്ട് പേജിൽ കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ കുഞ്ചുകുറുപ്പിന്റെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ലെനിൻ എന്ന പേരുള്ള CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗം BJPയിൽ ചേർന്നു. അപ്പൊ കുഞ്ചുകുറുപ്പ് പ്രതികരണം ആണ്, ലെനിൻ പോയാലെന്താ, സ്റ്റാലിൻ ഉണ്ടല്ലോ എന്നാണ്. ഇന്നലെ വന്നൊരു സന്തോഷ വാർത്ത, അത് മാതൃഭൂമി 1-ാം പേജിൽ കൊടുത്തിട്ടുണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം അത് നമ്മുടെ മുൻ ചീഫ് സെക്രട്ടറി K. ജയകുമാറിനാണ് ഈ വർഷത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം. അദ്ദേഹത്തിന്റെ പിങ്കളകേശിനി എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം. അതേപോലെ തന്നെ കെമിസ്ട്രി ചോദ്യപേപ്പറും ചോർന്നു, കെമിസ്ട്രിയും ചോർന്നു എന്ന വാർത്ത മനോരമയിലുണ്ട്. പരീക്ഷാ പേപ്പർ ചോർച്ച, ഭൂരിഭാഗം ചോദ്യങ്ങളുമായി യൂട്യൂബ് വീഡിയോ എന്ന വാർത്തയും മനോരമ നൽകുന്നുണ്ട്. അങ്ങനെ വാർത്തകൾ നിരവധിയുണ്ട്. ഇതാ നാട്ടുവർത്തമാനം പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ തൃക്കാക്കരയിൽ സ്പെഷ്യൽ കൗൺസിൽ ഇന്ന് ചേരുന്നു. 3 കൗൺസിലർമാരുടെ അയോഗ്യതാ വിഷയമാണ് യോഗത്തിന് ഇടയാക്കിയിരിക്കുന്നത്. അത് ഇന്ന് നടക്കും എന്നാണ് മറ്റൊരു വാർത്ത.